ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് സമയം കളയാതെ വേഗം തന്നെ ക്വസ്റ്റ്യനുകളിലേക്ക് പോവാം. നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ ഏതാണ് ഡാറ്റ പാക്കറ്റുകളുടെ രൂപത്തിൽ കൈമാറുന്നത്? റൂട്ടർ. സോഷ്യൽ മീഡിയയിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിൻ്റെ പുതിയ പേരെന്താ? മെറ്റ. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൻ്റെ പ്രാഥമിക പ്രവർത്തനം എന്താ? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൻ്റെ പ്രാഥമിക പ്രവർത്തനം സംഖ്യാ ഡാറ്റയും കണക്കുകൂട്ടലുകളും സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വോളണ്ടൈൽ മെമ്മറി എന്താണ്? വോളണ്ടൈൽ മെമ്മറി എന്നാൽ എന്താ? റാം ആണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടി ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെണ്ട. മട്ടന്നൂർ ശങ്കരൻകുട്ടി ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെണ്ട. അടുത്ത ചോദ്യം, അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രത്തേക്കാൾ അറിയുന്ന എൻ്റെ നിളനദിയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞത് MT വാസുദേവൻ നായരാണ്. ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവൽ ഇന്ദുലേഖ. എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി ഏറ്റവും അധികം കളികൾ കളിച്ച കളിക്കാരനായ ആരാ? സുനിൽ ഛേത്രിയാണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി ഏറ്റവും അധികം കളികൾ കളിച്ച കളിക്കാരൻ സുനിൽ ഛേത്രി. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. ഇത് ആരുടെ വരികളാണെന്ന് ചോദ്യം. ആരുടെ വരികൾ? ഇടശ്ശേരിയുടെ വരികളാണ്. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ജോസഫ് മുണ്ടശ്ശേരിയാണ് കുമാരനാശാനെ എന്തെന്ന് വിശേഷിപ്പിച്ചത്? വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രമെന്ന്. ലോക ശാസ്ത്ര ദിനം ആചരിക്കുന്നത് നവംബർ 10-നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത് എവിടെ? ഹൈദരാബാദിലാണ്. സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം? ഓസ്മിയം. സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഓസ്മിയം. റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് നൈട്രിക് ആസിഡിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും മിശ്രിതമായ അക്വ റീജിയയാണ്. ഇതിൽ അക്വ റീജിയ എന്ന് ഈ ക്വസ്റ്റ്യനിൽ അക്വ റീജിയ എന്ന് കൊടുക്കാതെ അതിൻ്റെ ഏതൊക്കെ കൂടി ചേർന്നാലാണ് അക്വ റീജിയ കിട്ടുക അത് രണ്ടാണ് കൊടുത്തിട്ടുള്ളത്. നൈട്രിക് ആസിഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ബാബിറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകം എന്താ? ആൻറ്റിമണി. ബാബിറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകം ആൻറ്റിമണി. കേരളത്തിലെ ഡീസൽ അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങൾ ഏതെല്ലാം? ബ്രഹ്മപുരം, കോഴിക്കോട്. കേരളത്തിലെ ഡീസൽ അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങൾ ഏതെല്ലാം? ബ്രഹ്മപുരം, കോഴിക്കോട്. നാസ ഗോസ് യു ഉപഗ്രഹത്തിൻ്റെ പ്രധാന ദൗത്യം പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ, പരിസ്ഥിതി എന്നിവയുടെ പര്യവേഷണമാണ്. പവറിൻ്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പവറിൻ്റെ യൂണിറ്റാണ് വാട്ട്, ജൂൾ പെർ സെക്കൻഡ്, ഹോഴ്സ് പവർ. വെസ്റ്റ് നൈൽ പനിക്ക് കാരണമായ രോഗാണു വൈറസാണ്. വെസ്റ്റ് നൈൽ പനിക്ക് കാരണമായ രോഗാണു വൈറസ്. ഹരിതഗൃഹ വാതകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൽ, നൈട്രസ് ഓക്സൈഡ്. ഇൻസുലിൻ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളാണ് സ്രവിക്കുന്നത്. ഇൻസുലിന് പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളാണ് സ്രവിക്കുന്നത്. ശരീരത്തിന് ആവശ്യമായ ഊർജത്തിൻ്റെ പ്രാഥമിക ഉറവിടം കാർബോഹൈഡ്രേറ്റാണ്. ശരീരത്തിന് ആവശ്യമായ ഊർജത്തിൻ്റെ പ്രാഥമിക ഉറവിടം കാർബോഹൈഡ്രേറ്റ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടൈഫോയിഡ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടൈഫോയിഡ്. ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ് സെറിബെല്ലം. ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ് സെറിബെല്ലം. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതികൾ തടയുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ധർമ്മം. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. സംസ്ഥാന വിജിലൻസ് കമ്മീഷനെ കുറിച്ച് നോക്കാം. സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ
സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. വിജിലൻസ് കമ്മീഷൻ്റെ തലവൻ വിജിലൻസ് കമ്മീഷണറാണ്. വിജിലൻസ് കേസുകൾ തീർപ്പ് കൽപ്പിക്കുന്നത് ആണ് ഓർത്തിട്ടുണ്ട്. അതിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. വരെ സെയിൽസ് ടാക്സ് ഓഫീസർ, അത് ചെക്ക് ചെയ്തിട്ട് പറയാം. സെയിൽസ് ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിൻ്റെ ഭാഗമാണ്. രാജ്യസഭ കേരളത്തിൽ നിന്നും 9 പേരെ തിരഞ്ഞെടുക്കുന്നു. രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്നും 9 പേരെ തിരഞ്ഞെടുക്കുന്നു. അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. കേരളത്തിൽ നിന്നും കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് ആര്? PT ഉഷ. അടുത്തത് പൗരത്വ നിയമം ഉൾപ്പെട്ട ഭരണഘടനാ ഭാഗം 2-ലാണ്. ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആര്? പാർലമെൻറ്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഇന്ത്യയിലെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരൊക്കെ ചേർന്നിട്ടാണ്? പാർലമെൻറ്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. സൈബർ നിയമങ്ങൾ ഏതിലാണ് ഉൾപ്പെടുന്നത്? അവശിഷ്ടാധികാരത്തിലാണ് സൈബർ നിയമങ്ങൾ ഉൾപ്പെടുന്നത്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതൊക്കെയാണ്? പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കമ്മിറ്റികളുണ്ട്. അത് കമ്മിറ്റികളാണ്: 1 തുങ്കൻ കമ്മിറ്റി, 2 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, 3 അശോക് മേത്ത കമ്മിറ്റി. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 113. WTO സ്ഥാപിതമായത് 1955. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO സ്ഥാപിതമായത് 1955. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലെ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിപ്പിക്കുന്നത്? ചില്ലറ വില. ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് പഠിക്കാൻ 1955 നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഏത്? കാർവേ കമ്മിറ്റി. സെൻസെക്സ് എന്നത് നിക്ഷേപണത്തിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ്. 2ാം പഞ്ചവത്സര പദ്ധതി PC മഹലനോബിസ് മാതൃകയിലാണ്. കൊങ്കൺ റെയിൽ പാതയിലെ ദൈർഘ്യമേറിയ തുരങ്കമാണ് ഏത്? കർബുഡെ. കൊങ്കൺ റെയിൽ പാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം കർബുഡെ. തപി എന്നറിയപ്പെടും കേട്ടോ. തപി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഏത്? സൂററ്റ്. താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം സൂററ്റ്. രചന ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് രവി ചിനാബ് നദികൾക്കിടയിലാണ്. ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാനുള്ള ഭൂവിവര സാങ്കേതിക വിദ്യയാണ് എന്ത്? ഓവർലേ വിശകലനം. കൊറിയോലിസ് ബലം നിമിത്തം ധ്രുവീയ വാതങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത്. കൊറിയോലിസ് ബലം നിമിത്തം ധ്രുവീയ വാതങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിശയിൽ നിന്നാണ് വീശുന്നത്. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കൊറിയോലിസ് ബലം വർദ്ധിക്കുന്നു. അപ്പോൾ മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കൊറിയോലിസ് ബലം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാംലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാ? മണിപ്പൂരാണ്. പാംലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂർ. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങളാണ് ഏതൊക്കെ? കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ. അപ്പോൾ ഈ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നും പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അതിൽ ഉൾപ്പെടുന്നതാണ് കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ. ബംഗാളി പത്രത്തിൻ്റെ സ്ഥാപകൻ സുരേന്ദ്രനാഥ ബാനർജി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ കെ കേളപ്പൻ. ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ കെ കേളപ്പൻ. തൃശ്ശൂർ വെച്ചാണ് നടന്നത് 1947. ഓർത്തിരിക്കുക. പൊയ്കൽ ശ്രീ കുമാരഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം
ഇരവിപേരൂരാണ്. പൊയ്കയിലെ ശ്രീ കുമാരഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ.